ശശി തരൂരിനെ കോൺഗ്രസിന് നഷ്ടമാകുമോ എന്നതാണ് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഓപ്പറേഷൻ സിന്ദൂർ ലോകരാജ്യങ്ങളോട് വിവരിക്കാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂരിനെ തിരഞ്ഞെടുക്കുമ്പോൾ BJPക്ക് മുൻപിൽ രണ്ട് അജണ്ടകളുണ്ട്. ഒന്ന്, രാജ്യ താല്പര്യത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കാണില്ല എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുക. രണ്ട്, പല തവണയായി കോൺഗ്രസ് നേതൃത്വവുമായി അസ്വാരസ്യത്തിലുള്ള ശശി തരൂരിനെ ചേർത്ത് നിർത്തുന്നത് വഴി കോൺഗ്രസിനകത്ത് വീണ്ടും ആശയക്കുഴപ്പം സൃഷ്ടിക്കുക. രണ്ടാണെങ്കിലും പെട്ടു നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ഒന്നാമത്തെ കാര്യം, BJP ഇതുവഴി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നന്മമര പ്രതീതിയാണ്. മുൻപ് വാജ്പേയിയെ ഉപയോഗിച്ച് കോൺഗ്രസ് പയറ്റിയ അതേ അടവെന്ന് പറയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഈ തീരുമാനത്തെ എതിർക്കാനും കഴിയാത്തൊരവസ്ഥയാണ്. ശശി തരൂർ ആവട്ടെ, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ രാജ്യത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി നിറഞ്ഞു നിന്ന വ്യക്തിത്വത്തിനുടമ കൂടിയാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ UN അണ്ടർ സെക്രട്ടറി എന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചതിൻ്റെ പരിചയം വെച്ചുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് കേന്ദ്രം ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ലോകത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ലിസ്റ്റ് തള്ളി ശശി തരൂരിനെ തെരഞ്ഞെടുക്കാൻ കേന്ദ്രം അത്യുത്സാഹം കാണിക്കുകയും ചെയ്തു. രാജ്യ താല്പര്യത്തിന് എതിര് നിൽക്കാൻ ഒരിക്കലും ഒരു പാർട്ടിക്കും വ്യക്തിക്കും സാധിക്കുകയില്ലെന്ന തിരിച്ചറിവും യുക്തിയും കേന്ദ്രം സമർത്ഥമായിട്ട് തന്നെ വിഷയത്തിൽ ഉപയോഗിച്ചു. കോൺഗ്രസിനോട് നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയുടെ പേര് നൽകണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടിരുന്നതായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് കോൺഗ്രസിനകത്തെ 4 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഒരു 4 പേരുടെ ലിസ്റ്റ് കോൺഗ്രസ് തയ്യാറാക്കുന്നു. ആ ലിസ്റ്റ് കേന്ദ്രത്തിന് അയക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്ന് ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, നാസിർ ഹുസൈൻ, രാജ്ബ്ര തുടങ്ങിയവരുടെ പേരുകളാണ് നൽകിയിരുന്നത്. എന്നാൽ കോൺഗ്രസ് നൽകിയ ലിസ്റ്റ് പാടെ വെട്ടി എന്ന് മാത്രമല്ല, കിരൺ റിജിജു കോൺഗ്രസിനോട് ഒരു ലിസ്റ്റ് ചോദിച്ചത് പോലും വെറും പ്രഹസനമായിരുന്നു എന്നതാണ് ശശി തരൂരിനെ തിരഞ്ഞെടുത്തതിലൂടെ കോൺഗ്രസിന് BJP സർക്കാർ നൽകിയ മറുപടി. കേന്ദ്രത്തിന്റെ പട്ടികയിൽ വന്നത് ശശി തരൂർ. എന്നാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. പൊതുവെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തരൂർ ഒരു സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ച് രാജ്യകാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കൊപ്പം തരൂർ ചേർന്ന് നിൽക്കുന്നു എന്നതെല്ലാം കോൺഗ്രസിനെ വെട്ടിയിലാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, തരൂരിൻ്റെ അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള പ്രാവീണ്യം ഇവിടെ കോൺഗ്രസ് പരിഗണിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. കോൺഗ്രസ് 4 പേരുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ ശശി തരൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിദഗ്ധനെ ഉൾപ്പെടുത്തിയില്ല എന്നത് കോൺഗ്രസിനോട് ആരെങ്കിലും നിങ്ങൾ എന്തേ ഉൾപ്പെടുത്താത്തത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കഴിവിനല്ല, ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് എന്ന് കോൺഗ്രസിന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. തരൂർ വിദേശകാര്യ പാർലമെന്റ് സമിതിയുടെ ചെയർമാൻ കൂടിയാണ് എന്നുകൂടി നമ്മളിവിടെ പ്രത്യേകം നോക്കണം. ഇത്തരമൊരു ഘട്ടത്തിൽ തരൂരിൻ്റെ പേര് മുന്നോട്ട് വെച്ച് തരൂരിനെ ചേർത്ത് പിടിക്കുകയും ഒപ്പം രാജ്യത്തിന് മുന്നോട്ട് വെക്കാൻ ഇതാ കോൺഗ്രസിന്റെ ശക്തനായ ഒരു പ്രതിനിധി എന്ന പ്രതീതി സൃഷ്ടിക്കുകയുമായിരുന്നു കോൺഗ്രസ് ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ കോൺഗ്രസ് ചെയ്തതാവട്ടെ അല്പം മേൽക്കോയ്മ ലഭിക്കാവുന്ന സാഹചര്യം കീഴ്മേൽ മറിച്ച് കളയുന്ന ഒരു പ്രവണതയാണ്. തങ്ങളുടെ ഉൾപാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ കാണിക്കാനുള്ള അവസരമായി ഈ വിഷയത്തെയും കോൺഗ്രസ് മാറ്റിയെന്നാരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരെ എങ്ങനെ നമ്മൾ കുറ്റം പറയും? രാഹുൽ ഗാന്ധി കേന്ദ്രത്തിന് നൽകിയ പട്ടികയിൽ തരൂരില്ലെന്ന് വ്യക്തമാക്കുക കൂടി ചെയ്തതോടെ തരൂരും കോൺഗ്രസും തമ്മിലുള്ള ദൂരം കോൺഗ്രസിനകത്ത് കൂടും എന്നത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതായാലും BJP ആഗ്രഹിച്ചതും കോൺഗ്രസ് ഇച്ഛിച്ചതും ഒന്നു തന്നെയായിപ്പോയി. നല്ലൊരു അന്താരാഷ്ട്ര വിദഗ്ധൻ കയ്യിലുണ്ടായിട്ടും അവരുടെ പേര് നൽകാതെ ഈ പ്രതിസന്ധി മുഖത്തും കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചു എന്ന രാഷ്ട്രീയ പ്രചാരണമായിരിക്കും BJP ഇനി മുന്നോട്ട് വെക്കുക. അത് തടയാൻ കോൺഗ്രസ് നൽകിയ പേരുകൾ മതിയാകില്ലതാനും. ഒരുപക്ഷെ പെഹൽഗാം വിഷയത്തിലും ഓപ്പറേഷൻ സിന്ദൂരിലും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണ വിഷയമായി ഈ വിഷയം കടന്നു വന്നാൽ അതിശയപ്പെടാനും ഇല്ല. ഈ പട്ടിക വെട്ടലോടെ തരൂർ കോൺഗ്രസ് വിടുമോ എന്ന ചർച്ചകൾക്ക് വീണ്ടും തുടക്കം കുറിച്ചു കഴിഞ്ഞു. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്,
പൈനാപ്പിൾ എന്നീ രുചികളിൽ. ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.